ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞ് മുൻ സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ധനമന്ത്രിയായപ്പോഴാണ് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. വരുമാനം കൂടിയിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് സർക്കാർ വിശദീകരണം. ഇതോടെ ചിലവ് കൂട്ടരുതെന്ന വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധനവകുപ്പ്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ചിലവ് കൂട്ടരുത്, ലാഭമില്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണം, അടിയന്തരമല്ലാത്ത അറ്റകുറ്റപ്പണി മാറ്റിവെക്കണം എന്നൊക്കെയാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ മുണ്ടു മുറുക്കി ഉടുക്കണം എന്നത് തന്നെയാണ് ഈ സർക്കുലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ പ്രതീഷ്? വിനീത, തീർച്ചയായും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ആളാണ് VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആയിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് സംസ്ഥാനം പോകുന്നത്. ഈ അടുത്ത ബജറ്റിന് മുന്നോടിയായുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഒരു സർക്കുലർ ധനവകുപ്പ് പുറത്തിറക്കിയത്. വിവിധ വകുപ്പുകൾക്കാണ് ഈ സർക്കുലറിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പ്രധാനമായും ചെലവ് ചുരുക്കണം എന്നതാണ്. മാത്രമല്ല, ചില പദ്ധതികളൊക്കെ തന്നെ ലാഭകരമല്ലാത്ത പദ്ധതികളൊന്നും തന്നെ നടപ്പാക്കരുത് എന്നതടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ വകുപ്പുകൾക്ക് ഇതിനോടകം ധനവകുപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ചെലവ് ചുരുക്കണം എന്നതാണ് പ്രധാനമായ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് ബജറ്റ് എസ്റ്റിമേറ്റിൽ കവിയാതെ നോക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല, മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ മാറ്റിവെക്കണം, അടിയന്തരമല്ലാത്ത നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ മാറ്റിവെക്കണമെന്ന ഒരു നിർദ്ദേശം പ്രധാനമായും ഈ സർക്കുലറിലുണ്ട്. പുതുതായി വരുന്ന ഒഴിവുകളിലേക്ക്, അതായത് അധികം വരുന്ന ജീവനക്കാരുടെ നിയമനങ്ങളൊക്കെ തന്നെ പിന്നീട് നടത്താം, പുതുതായി വരുന്ന ഒഴിവുകളിലേക്ക് മാത്രം നിയമനം നടത്താമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഒപ്പം ശമ്പള ചെലവ് കൃത്യമായി കണക്കാക്കണം. ഈ മുൻവർഷത്തെക്കാൾ കൂടുതലാണ് ചെലവെങ്കിൽ അതിൽ വകുപ്പ് മേധാവിമാർ കൃത്യമായി വിശദീകരണം നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ധനവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങൾ. വിനീത, ശരി, ഓണക്കാലം വരാൻ പോവുകയാണ്. സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വളരെ മോശമായിരിക്കുന്നു. മുണ്ടു മുറുക്കി ഉടുക്കണം, അത് തന്നെയാണ് ധനവകുപ്പ് പറയുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകിയത്.